കൂട്ടുകാരെ, ഞാനിന്നൊരു പാവയ്ക്ക തീയലുണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് ഒരു പഴുത്ത പാവയ്ക്ക ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പാവയ്ക്കയുടെ അരി എടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടാനും നല്ലതാണ് കേട്ടോ. അപ്പം പാവയ്ക്ക ഒരെണ്ണമേ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ച് പഴുത്ത് വരുന്നുണ്ട്. ഇത് ശരിക്കും പച്ചയാണ്. അപ്പം അത് മൂന്നും കൂടി ഇട്ടാലേ ഒരു കറിക്കുള്ളൂ. അത് കാരണമാണ് ഞാൻ പച്ചയും കൂടി എടുത്തത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി, കുറച്ച് തേങ്ങ കൊത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യണം. പച്ചമുളക്, കറിവേപ്പില. നമുക്കാദ്യം ഈ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ വെളിച്ചെണ്ണയിലിട്ട് സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ട് വറുത്തെടുക്കുന്നതാണ്. വറുത്തരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ ഒരു തേങ്ങായോളം ഉണ്ട്. അത് ഞാൻ ചിരകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കേ, പച്ചയാന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ച പാവയ്ക്കയും നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തീയൽ വയ്ക്കാൻ ഇത് സൂപ്പറാണ്. സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാമേ. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്യണം. തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി. ഇതിട്ട് നന്നായിട്ട് മുളക് പൊടിയുടെയും മല്ലിയുടെയും ഒക്കെ ഒരു മണം മാറുന്ന വരെ, പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇളക്കിയതിന് ശേഷം ചൂട് പോയി എന്നിട്ട് നമുക്കത് മിക്സിയിൽ നന്നായിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഈ പാവയ്ക്ക അതാണ്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. വട്ടത്തിൽ അരിയരുത്, നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. അതിനൊപ്പം തന്നെ നമ്മൾ ആ ചെറിയുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യാമേ. ഇടയ്ക്കിളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പാവയ്ക്കയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പോൾ നമ്മളുടെ പാവയ്ക്കയും ഉള്ളിയും എല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചത് മിക്സിയിലിട്ട് ഞാൻ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഇതിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. സ്വല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെയും തിളച്ച് പറ്റി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളി ഞാൻ സ്വല്പം ഉപ്പിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അതിൻ്റെ പുളിയെല്ലാം പിഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾക്ക് അത് തിളച്ച് വരുമ്പോഴത്തേക്കും അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ തീയൽ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടിച്ചും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക്.
അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡിയായി.